അവാർഡോ? അവാർഡ് ഓക്കെയാണ്. അവാർഡുകൾ എനിക്ക് അവാർഡ് കിട്ടിയതിനേക്കാൾ എൻ്റെ കൂടെയുള്ളവർക്ക് അവാർഡ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ ഞാൻ കുറച്ച് കണക്ക് മാഷാണ്. അപ്പോൾ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അപ്പോൾ അവർക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഡോണിന് മിക്സിങ്ങിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന്. അപ്പോൾ എവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനകത്ത് പണി കിട്ടുന്നുണ്ട്, അതിനകത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ പടത്തിന് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. പക്ഷെ ഒരു കേക്ക് മുറിച്ച് ലഡു പൊട്ടിച്ചാൽ കഴിയുന്ന സന്തോഷം, അത്രേ ഉള്ളൂ. കണക്കുമാരെന്ന് പറഞ്ഞാൽ കുറച്ച് കണക്കുമാരെന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ സമയത്ത് കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. അത് ഒന്നുമില്ല. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചോണ്ട് ഇപ്പം 10 പേരോട് സ്വകാര്യം പറയുന്ന സാധനം എനിക്ക് ഒരൊറ്റ ഷൗട്ടിങ്ങിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. രാവിലെ അസംബിളായ 10 ടീം പല വഴിക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. വാടാ സമയമായിടാന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് വിളിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഓരോരാളോടായിട്ട് പോയിട്ട് 9:30 ഇവിടെ എത്തണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മൈക്ക് എടുത്ത് ഷൗട്ട് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ഒരു ഹെൽത്തിനെ ഇത് ബാധിക്കുമെങ്കിലും നമ്മളൊരു 3/4 മണിക്കൂർ സേവ് ചെയ്യും ഒരു ഷൗട്ടിങ്ങും ഒരു ചീത്ത വിളിയും. അപ്പോൾ എല്ലാവരും ഒരു പേജിൽ എത്തിക്കുക എന്നുള്ളത് ഒരു 150 പേര് 200 പേരുള്ള ഒരു ക്രൂവാണ്. നിങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിനകത്ത് 50 പേരോളം അല്ലെങ്കിൽ 60 പേരോളം ടെക്നിക്കൽ ക്രൂ ആയി 10-40 പേര് ആക്ടേഴ്സ് നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. ഈ ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഓക്കെ, ഇവർക്ക് ക്യാമറ എന്താണെന്ന് അറിയത്തില്ല, ലെഫ്റ്റ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ക്യാമറയുടെ ലെഫ്റ്റ് റൈറ്റ് അത് കണ്ടിന്യൂറ്റി ഈ സാധനങ്ങളൊന്നും ഇവർക്ക് മെയിൻറ്റെയിൻ അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഓരോ ഷോട്ടിലും ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ല, എനിക്ക് പറഞ്ഞു കൊടുക്കാനല്ല എനർജി ഉണ്ടാവില്ല. ഞാൻ 2 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും പിന്നെ പോവും. അപ്പോൾ ഇത് അസോസിയേറ്റ്സ് ആണ് പറഞ്ഞു കൊടുക്കുക. പിന്നെ എൻ്റെ പണി എന്ന് പറയുന്നത് ഈ പറഞ്ഞു കൊടുത്തത് മൈൻഡിൽ നിന്ന് പോകാതെ എപ്പോഴും അവരെ അലർട്ടായിട്ട് നിർത്തുക, അത് തെറി പറയുക എന്നുള്ളതാണ്. രാവിലെ വൈകുന്നേരം വരെ തെറി പറയുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇത് മറക്കാതിരിക്കണം. ഇവർ ഞാൻ പറയുക, ഇവർ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞ ഒരു ജനറേഷൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ഒന്ന് മൂത്രമൊഴിച്ച് വരുമ്പോഴേക്കും എന്താ സാറേ പറഞ്ഞതെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അവരെ വാഷ്റൂമിലോട്ട് വിടാതിരിക്കുക എന്നുള്ളതാണ്, മുള്ളാൻ വിടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പോയി വരുമ്പോഴേക്കും മറക്കും. അപ്പോൾ ഇവർ രാവിലെ എങ്ങനെ വരുന്നത്? സോഷ്യൽ മീഡിയയിലെ 150 ന്യൂസുകൾ, റീലുകൾ ഇതൊക്കെ കണ്ടിട്ട് രാവിലെ വരുന്നത്. ഇവർ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല വരുന്നത്. മകള് വിദ്യാഭ്യാസത്തിന് പോയിട്ടുണ്ട്, അവരുടെ ടെൻഷനും കൊണ്ടാണ് രാവിലെ അവർ വരുന്നത്. ഇപ്പം 50 ആക്ടേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ 50 ആക്ടേഴ്സിൻ്റെ മാത്രമല്ല, ഈ വരുന്ന അത്രയും ടെക്നീഷ്യൻസിനും രാവിലെ റീല് നോക്കി ചിരിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. ഇവർ വന്ന് കഴിഞ്ഞിട്ടൊക്കെയാണ് ബാക്കി സാധനങ്ങളിലൊക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ കൊണ്ടുവരും. ഇവരെ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സെറ്റിലോട്ട് എത്തിക്കണം. രാവിലെ 150 പേര് വരുന്നത് 150 സിനിമ ചെയ്യാനാണ്. ഞാനത് ഒരു സിനിമയാക്കി മാറ്റണം. ഇതാണ് സംവിധായകൻ്റെ പണി. 150 സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് ഇത് 150 സിനിമയല്ല, ഇത് ഒരു സിനിമയാണ്, എൻ്റെ സിനിമയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ 150 പേരോട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ 2 തെരുവിളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി ഇത് സാറിൻ്റെ സിനിമയാണ്, നമ്മൾ റെഡിയാണ് സാർ. അങ്ങനെ ദിവസം ചെയ്യേണ്ടി വരും. പിറ്റേ ദിവസം ഇവർ മറക്കും. അങ്ങനെയാണ് കണക്ക് മോശമാകുന്നത്. ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. സിൻസിയറിറ്റി ഉണ്ടാവുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്തുവാ, എനിക്ക് അല്ലേ, അത്രേ ഉള്ളൂ. അവരുടെ സിൻസിയറിറ്റിയേക്കാൾ എനിക്ക് ആ പുറത്ത് വരുന്ന ഔട്ട്പുട്ടിലാണ് ഇത്. പക്ഷേ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ആ 9 മണി മുതൽ 6 മണി വരെ ഇച്ചിരി പെശകാണ് ആൾ. അതിനുശേഷം കൂടെ മദ്യപിക്കുകയോ ചീട്ട് കളിക്കുകയോ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. പാർട്ടി ചെയ്യും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യും, ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്യും, അങ്ങനെ പല പാർട്ടികളും ചെയ്യും നമ്മൾ. അത് ഈ സുരേഷിനെ സുന്ദരതയിലോട്ട് വരുമ്പോഴത്തേക്ക് പടത്തില് ഒരുപാട് ഒരേ കഥ തന്നെയാണ് 3 ടൈം ലൈൻസിൽ ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പം 2023 തുടങ്ങുന്നെങ്കിൽ വാതിലോട്ട് അകത്തോട്ട് കയറുന്നത് 1960 ആയിരിക്കും. അപ്പൊ അത് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര സീംലെസ് ആണ്. സോ ഈ കഥ ഇങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഐ മീൻ ഇങ്ങനെ ടൈം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എന്നതായിട്ട് അങ്ങനെ കാരണമൊന്നുമില്ല. എനിക്ക് തോന്നി അങ്ങനെ ചെയ്യാമെന്ന് തോന്നി. അത് ഒന്നാമത്തത് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്താൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്തതാണെന്ന് തോന്നി.
ഒന്നത് അങ്ങനെ ചെയ്യാം. പിന്നെ അത് കഥയുടെ നരേഷനെ എനിക്ക് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രേമം എല്ലാ സമയങ്ങളിലും അനുഭവിക്കുന്ന ഹഡിൽസ് ഒറ്റന്നാണെന്ന് ഞാൻ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റിലൂടെ പറഞ്ഞായിരുന്നു. എനിക്ക് നിങ്ങൾ കത്തെഴുതിയാൽ മതി, ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു കത്തെഴുതിയാൽ മതി, പ്രേമം എല്ലാ കാലത്തും ഒരുപോലെയാണെന്ന്. ഈ സിനിമ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന രീതിയിൽ സിനിമ എടുക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സിനിമ എടുക്കണം. അപ്പോൾ ആ കഥ പറയാൻ ഉള്ള ഡിവൈസ് അല്ലെങ്കിൽ ടൂൾ, ഫോം എന്ന് പറയുന്നത് എനിക്ക് ഇതായിട്ടാണ് തോന്നുന്നത്, നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ അത് ഞാൻ മുമ്പേ ആൾക്കാരോടൊക്കെ, മീൻസ് ഇതിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കൺവിൻസ് ചെയ്തതാണ്, കൺവേ ചെയ്തതാണ്, അവർ കൺവിൻസ്ഡും ആയതാണ്. ടൈം ജമ്പുണ്ട് ഇതിനകത്ത്, ഒരു കഥ 3 കാലങ്ങളിലായി പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടി പടം എടുക്കാനുണ്ടാവും, അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും ഈ പടത്തിനകത്ത്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ടതാണ് ആൾക്കാർ. പിന്നെ അതൊരു എന്താ പറയുക, ചാലഞ്ചാണ് അത് ചെയ്യുക എന്നുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഷൂട്ട് ചെയ്ത സിനിമ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുണ്ടായിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോം ഉണ്ടാക്കിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ DAയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തതല്ല, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് റിയൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ഷൂട്ട് ചെയ്യുക. സെറ്റുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടാക്കുന്നു, കോസ്റ്റ്യൂംസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടാക്കുന്നു. അത് മലയാളത്തിലാദ്യമാണ്. ഇങ്ങനെ ടൈം ജമ്പ് ചെയ്യുന്നത് മലയാളത്തിലാദ്യമാണ്. അങ്ങനെ മലയാളത്തിൽ ആദ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ താല്പര്യം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാണും, ഇഷ്ടപ്പെടും. അല്ല ക്രിഞ്ച് ക്ലീഷകളെ താല്പര്യങ്ങളിൽ കണ്ടിരിക്കുക. പക്ഷെ ഞാനൊരു ക്രിഞ്ച് ക്ലീഷ ചെയ്യും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമകളും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒരാളെയും ഭയക്കുന്നില്ല, ഒരാളെയും റിവ്യൂകളെ ഭയക്കുന്നില്ല. സിനിമകൾ ഏകദേശം ഇതുപോലെ തന്നെ ആദ്യം എന്നെ കൺവിൻസ് ചെയ്യും, എനിക്കിഷ്ടപ്പെട്ടാൽ അത് സിനിമയാകും. സപ്പോർട്ട് ഉള്ളവരെ കൂടെ ഉണ്ടാവും. സിനിമ ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യും, പ്രൊഡക്ഷൻ ഡിസൈനും ഇല്ലെങ്കിൽ പോയി ബാനർ എഴുതും. ഇപ്പോൾ ബാനർ എഴുത്തില്ല, ഞാൻ നല്ലൊരു ഡിസൈനറാണ്, ഞാൻ കവർ ഡിസൈൻ ചെയ്യും, ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്യും രാജേഷേട്ടനോട് ചോദിച്ചിട്ട്. സോ മീൻസ് പേടിക്കാനൊന്നുമില്ല. സിനിമ എന്നുള്ളൊരു സാധനത്തിനെ കണ്ടിട്ടല്ല അമ്മ പെറ്റത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ധൈര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ കാര്യങ്ങളിലേക്ക് ഇത്രയേ ഉള്ളൂ. ഇത് എന്താ അമ്മ പെറ്റാനോടാ നീ എഴുതിയെടുത്ത് ഇപ്പോൾ?